വെൽക്കം ടു ഷീസ് കിച്ചൺ ആൻഡ് ലൈഫ് സ്റ്റൈൽ. ഇന്നൊരു പനീർ മസാലയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അതിനായി ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 വലിയ തക്കാളി ചെറുതായി അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല 1/2 ടീസ്പൂൺ, ചെറിയ ജീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ തൈര്, 1 ടീസ്പൂൺ കാഷ്യൂ, 2 വറമുളക് കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 200 ഗ്രാം പനീറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കസൂരി മേത്തി എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് മാത്രം വഴറ്റിയാൽ മതി. കൂടുതൽ നേരം വഴറ്റി കഴിഞ്ഞാൽ അത് നന്നായി ഹാർഡാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതൊരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ കടായിൽ തന്നെ 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 2 പട്ട, 2 ഗ്രാമ്പൂ, 2 ഏലക്ക എന്നിവ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 4 അല്ലി വെളുത്തുള്ളി കൂടെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ഒരു നല്ല ബ്രൗൺ കളറായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് നന്നായി വഴറ്റിയ ശേഷം അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് നമുക്കിതൊരു 10 മിനിറ്റ് വരെ ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെള്ളമെല്ലാം വറ്റി നല്ല തിക്ക് ഗ്രേവിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ തൂവി കൊടുക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ കമൻസ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമ്മുടെ പനീർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം.
വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ഷീസ് കിച്ചൺ ആൻഡ് ലൈഫ് സ്റ്റൈൽ.